വർഷങ്ങളായി ശോച്യാവസ്ഥ തുടർന്ന ചേറായി മത്സ്യത്തൊഴിലാളി വിശ്രമ കേന്ദ്രം. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച കേന്ദ്രമാണ് ആർക്കും ഉപകരിക്കാതെ നശിക്കുന്നത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപേ കെട്ടിടത്തിന് പുനർനിർമ്മാണം നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലവിലെ ആവശ്യം. ചേറായി രക്തേശ്വരി റോഡിൽ 7 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. 1.5 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച കേന്ദ്രം അധികം വൈകാതെ തന്നെ ഒരു ഭാഗം വെള്ളത്തിലേക്കിരിക്കുകയും കൽഭിത്തി ഇടിഞ്ഞ് താഴുകയും ചെയ്തു. പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാത്തതോടെ മേൽക്കൂരയിലെ ഷീറ്റുകളും തകർന്നു. ഉപ്പിന്റെ അംശം കൂടിയ മേഖലയിൽ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിക്കുന്നത് ഗുണകരമാവില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ അന്ന് കണക്കിലെടുത്തില്ല. പിന്നീട് പരാതികൾ ശക്തമായപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീണ്ടും സ്ഥിതി പഴയത് തന്നെയായി. ഇന്ന് ഈ വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ മേൽക്കൂര നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ മേൽക്കൂര മുഴുവൻ പകുതിയോളം പോയി. അതിങ്ങനെ പറന്ന് കഴിക്കും. കാരണം കാറ്റ്, മരങ്ങളൊന്നുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് കാറ്റ് പിടിക്കുന്നു. ഇത് കാറ്റിലിങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഏതെങ്കിലും ഇതുവഴി പോകുന്ന യാത്രക്കാരുടെ കഴുത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടതിന് ശേഷം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഇതിനൊരു പരിഹാരം കാണുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഇതിലെ പോകുന്ന MLA നിരന്തരം ഇതിൽ ചെറായി ബീച്ചുമായി, ടൂറിസം മേള, കൊടുപ്പള്ളി ടൂറിസം ബീച്ചുമായി ബന്ധപ്പെട്ടൊക്കെ സഞ്ചരിക്കുന്നു. പല സംഭവങ്ങളുമായി ഇതുവഴി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, എല്ലാവരും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ നിരന്തരം ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടും ഇവരൊന്നും ഇത് കണ്ടില്ലാതെ നടിക്കുന്നതിനാണ് നമുക്ക് സങ്കടം. നിലവിൽ സീറ്റുകളിൽ ഏറിയ പങ്കും ദ്രവിച്ചു തീർന്ന അവസ്ഥയിലാണ്. ബാക്കിയുള്ളവ കാറ്റിൽ അടർന്നു വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനോടകം നിവേദനങ്ങൾ പലതും നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസമാകുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.